പുതിയൊരാള് കുതിരയുടെ അടുത്ത് പോവാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ അടുത്തേക്ക് പോകുമ്പോ ഈ കുതിര ബാക്കിലേക്കാണ് ചെവി ഇതുപോലെ മടക്കി പിടിച്ചേക്കണെങ്കിൽ ആ കുതിരക്ക് നമ്മെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കുതിരയുടെ ചെവി ഫ്രണ്ടിലേക്ക് വരും. ഇതിനെ പരിചയമുള്ള ഒരു അടുത്തേക്ക് പോയേ, അപ്പൊ ഫ്രണ്ടിലേക്ക് വരണ്ട കാണിച്ചു തരാട്ടാ. ഇവൻ ഈ കുതിരയായിട്ട് നടക്കണേണോ? കുതിരയുടെ ചെവി ഇപ്പോഴും ബാക്കിലാ. നിന്നെ ഇഷ്ടമല്ല എപ്പോഴും. ആരാ പറഞ്ഞ ഇഷ്ടമാണെന്ന്? വേറെ ആരുടെ ഉള്ള? ഇവൻ വന്ന് നോക്കട്ടെ, ഇവനെ ഇഷ്ടപ്പെടും. ഇഷ്ടമാണെങ്കിൽ ഈ കുതിരയുടെ ചെവി ഫ്രണ്ടിലേക്ക് വരും. ഒരു ഉമ്മ കൊടുത്തു നോക്കി. അവന്റെ പകുതി വന്നിട്ടോ. ഇവനേക്കായും കൂടുതൽ ഇഷ്ടം ഇവനോടാണ് കേട്ടോ. ശരിക്കും ഈ രണ്ട് ചെവി ഫ്രണ്ടിലേക്ക് വരും എന്നുള്ളതാ. ഈ കൈയുടെ സ്മെല്ലൊക്കെ സ്ഥിരം കൊടുക്കുക, അതുപോലെ സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ ഇത്ര മീറ്റർ അകലെ വന്നാൽ പോലും കുതിര ശബ്ദം ഉണ്ടാക്കും. കാരണം അതിന്റെ യജമാനൻ, അതിനെ സ്നേഹിക്കുന്ന അതിന്റെ ഓണർ വന്നിട്ടുണ്ട് എന്നുള്ളത് അത് തിരിച്ചറിയും. എല്ലാ മൃഗങ്ങളും ഇണങ്ങിയൊക്കെ ചെയ്യും തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ. ആനയായാലും ഏതൊരു മൃഗമാണെങ്കിലും ആ ഇണങ്ങിയ ആളുടെ അടുത്ത് ഇടയാറുണ്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കുതിര ഇണങ്ങി കഴിഞ്ഞാൽ അറിയാവോ നിനക്ക്, ആ ആളോട് പിന്നെ ഇടയൂല. ഇടയോ? അതിനെന്തെങ്കിലും തീറ്റയൊക്കെ കൊടുക്കണം. നീ ഇതിന്റെ എപ്പോഴും ഓടിക്കാൻ ശ്രമിച്ചു എന്തെങ്കിലും കൊടുക്കണം. കൊടുക്കുവോ? നീ കൊടുക്കൂടാ? ഇവനെ കണ്ടറിയാ, ഇവനെല്ലാം കൊടുക്കൂ. ആ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാണ്ടില്ല, ഇണങ്ങി കഴിഞ്ഞാൽ ആ ഇണങ്ങണ ഒരാളായിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടല്ല, ഇടയൂല. ഇത്ര സ്നേഹമുള്ള ഒരു ജീവി വേറെ ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. നിനക്ക് സംശയം ഉണ്ടാ? സംശയമില്ല. അവന് സംശയം ഉണ്ടാ? അവന് ഒരു സംശയമില്ല കേട്ടോ.